ഇത്തവണ മത്സരം കുറച്ച് ടൈറ്റ് ആണോ? കാരണം ഒരു ത്രികോണ മത്സരം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഇടതുപക്ഷത്തിന് ജനങ്ങളുമായി ബന്ധമുള്ള ഒരു യൂത്ത് ടീമിനെ മുന്നിൽ വയ്ക്കാനില്ല. ഇവിടെ ഇപ്പോൾ ഷാഫിയും അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും PK ഫിറോസും PC വിശ്വനാഥും ഒക്കെ ഇറങ്ങുമുണ്ടാകുന്ന ഒരു വൈബ് LDFന് പകരം വെക്കാനില്ല. ഇവിടെ LDF UDF നേരിട്ടുള്ള മത്സരമാണ്. പിന്നെ ഇപ്പോൾ ഏത് ഇലക്ഷനും കുറേ സ്വതന്ത്രന്മാരുണ്ടാവുമല്ലോ. അത്ര താങ്കൾ മുമ്പ് ലീഗിനെതിരെ ആണെങ്കിലും ജമാഅത്തിക്കെതിരെ ആണെങ്കിലും എടുത്തിട്ടുള്ള നിലപാടുകളുണ്ട്. അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതിൽ സ്ഥാനാർത്ഥി ആരുടെയും ഷൗക്കത്ത് നമ്മുടെ കൂടെ ഉണ്ട്. ഇത്ര ഈ കോരിച്ചൊരിയുന്ന മഴയത്തും 2-2.5 മണിക്കൂർ വൈകിയാണ് നമ്മൾ ഓരോ പോയിന്റിലെത്തുന്നത്. അപ്പോഴും വളരെ ആവേശത്തോടു കൂടി ആളുകൾ കാത്തു നിൽക്കുക. ഇതൊക്കെ നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത കാര്യമാണ്. ഒരു നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്ന എല്ലാ തെളിവുകളുമായിട്ട് തന്നെ ഇത് കാണുവാണ്. ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് വിജയിക്കും. പ്രചാരണമൊക്കെ നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ടല്ലേ? നല്ല രീതിയിൽ ഞങ്ങൾ കുറേ അഡ്വാൻസ് ചെയ്തൊരു വർക്ക്. ഒന്ന്, ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങളുടെ പ്രീ ഇലക്ഷൻ ക്യാമ്പയിൻ നന്നായിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്ഥാനാർത്ഥി നേരത്തെ പ്രഖ്യാപിച്ചു. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ തന്നെ കുറച്ച് ലീഡ് ചെയ്യാൻ പിന്നെ കാരണമായിട്ടുണ്ട്. പിന്നെ പ്രചാരണ രംഗത്ത് എല്ലാവരും ഒരു മെയ്യായി ഒരു മനസ്സായി എന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിയത്. ഇത്തവണ മത്സരം കുറച്ച് ടൈറ്റ് ആണോ? കാരണം ഒരു ത്രികോണ മത്സരം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇല്ല, ത്രികോണം ഇവിടെ LDF UDF നേരിട്ടുള്ള മത്സരമാണ്. പിന്നെ ഇപ്പോൾ ഏത് ഇലക്ഷനും കുറേ സ്വതന്ത്രന്മാരുണ്ടാവുമല്ലോ. അത്രയും അൻവർ അങ്ങനെ വെറുമൊരു ഘടകമായി കാണാൻ പറ്റുമോ? കുറച്ചുകൂടി ശക്തനാണ് നമുക്ക് ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാമല്ലോ. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫീൽഡിലൊന്നും ഫീൽ ചെയ്തില്ല. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് താഴെത്തട്ടിൽ ഇറങ്ങുമ്പോൾ വീടുകൾ കയറുമ്പോഴും ഈ ആളുകളായിട്ട് സംവദിക്കുമ്പോഴും നമുക്കത് ഫീൽ ചെയ്തില്ല. LDF UDF മത്സരം തന്നെയാണ്. പിന്നെ കുറേ സ്വതന്ത്രന്മാരുണ്ട്. കുറച്ച് സ്വതന്ത്രന്മാർ മറ്റു സ്വതന്ത്രന്മാരെക്കാളും കുറച്ച് വോട്ട് പിടിക്കും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ആളുകൾ നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും ബാപ്പുട്ടിക്ക എന്നുള്ള ഒരു വിളിയാണ് ആളുകൾ, ആര്യയുടെ ഷൗക്കത്ത് എന്നല്ല. ആ വിളിയിലെ സ്നേഹം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണെങ്കിലും ആളുകൾ അങ്ങനെ തന്നെയല്ലേ സ്വീകരിക്കുന്നത്? ബാപ്പുട്ടിക്ക എന്ന് വിളിച്ച് തന്നെയല്ലേ സ്വീകരിക്കുന്നത്? അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ എൻ്റെ പിതാവിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ബാല്യത്തിലെ ഇവർ വരുന്നതാണ്. അപ്പോൾ എൻ്റെ വീട്ടിലും എൻ്റെ പിതാവൊക്കെ എന്നെ വിളിക്കുന്ന ബാപ്പുട്ടി എന്നാണ്. അപ്പോൾ ഇവരൊക്കെ അത് വിളിച്ചു തുടങ്ങി. അപ്പോൾ ഞാനങ്ങനെ എല്ലാവരുടെയും ഒരു ബാപ്പുട്ടിയായി മാറിയത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിളി പിന്നെ എല്ലാവരും ഏറ്റുവിളിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്തായാലും. പിന്നെ നമ്മളെല്ലാവരും പേഴ്സണലായിട്ട് കാണുന്നവരെ, എൻ്റെ ചെറുപ്പം മുതലേ കാണുന്ന ആളുകളാണ് ഇവരൊക്കെ. അതുകൊണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ പ്രശ്നമൊന്നും ഇല്ല. അപ്പം അതിൻ്റെ ഒരു സ്നേഹവും വാത്സല്യമൊക്കെ അവർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പൊതുവിൽ ഇപ്പോൾ വാർത്തകളിലടക്കം ചർച്ചയാവുന്നതാണെങ്കിലും ഒരു LDF UDF ആരോപണങ്ങളാണ്, നേതാക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയിലുള്ള ആരോപണങ്ങളാണ് കൂടുതലായിട്ട് വാർത്തയാകുന്നത്. അതിനിടയിൽ താങ്കൾ നിലമ്പൂരിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അത്ര വേണ്ടത്ര തിരഞ്ഞെടുപ്പിൽ ചർച്ചയായില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നുന്നില്ല. കാരണം പിന്നെ നിലമ്പൂരുകാർക്കറിയാം, ഇത് കേരളത്തിൽ മൊത്തം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും നിലമ്പൂരുകാർക്കറിയാം ഞാൻ നിലമ്പൂർ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. മാത്രമല്ല അതിൻ്റെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ എല്ലാവരും കാണിക്കുന്നുണ്ട്. ചോദിക്കാനുള്ളൊരു കാരണം, ഇപ്പോൾ ഒരു ഹോം ടൂർ നടത്തിയിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും PK ഫിറോസ്കയും ചേർന്ന് ഒരു ഹോം ടൂർ നടത്തിയിരുന്നു. അതിനുശേഷം അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളാണ്, ഇദ്ദേഹം ഇത്രയും ചെയ്തിരുന്നു നിലമ്പൂരിന് വേണ്ടിയോ, ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നോ, അങ്ങനെ മെഡൽ കിട്ടിയിരുന്നു, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകൾ അതിൻ്റെ ഇടയിൽ കമൻ്റ് ഇടുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി തിരഞ്ഞെടുപ്പിൽ സംവദിക്കേണ്ടതായിരുന്നില്ലേ എന്ന് തോന്നുന്നില്ലേ? ഞാൻ സത്യത്തിൽ ആ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടില്ല. ഇതൊന്നും ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് കൂവി പറയേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിലമ്പൂർ ജനങ്ങൾക്കറിയാം ഞാൻ എന്ത് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ, നഗരസഭ ചെയർമാനായപ്പം ഒക്കെ എന്ത് ചെയ്തു നിലമ്പൂർ ജനങ്ങൾക്ക് ബോധ്യമാണ്. പിന്നെ അത് ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ ബാക്കിയുള്ളവരും പറയണം എന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും അതൊക്കെ ചർച്ച ചെയ്യപ്പെടും സ്വാഭാവികമായിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ യുവ നേതാക്കൾ വരുന്ന സമയത്ത് അവരെ മാത്രം പ്രൊമോട്ട് ചെയ്യാണ്, ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരാരോപണം. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ആരോപണമല്ലേ? ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം അവരൊക്കെ ദിവസങ്ങളായി മാസങ്ങളായി ഇവിടെ നിന്ന് വർക്ക് ചെയ്യണം. അവർ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് ഷാഫിയൊന്നും എവിടെയും പോയിട്ടേ ഇല്ല. എല്ലാവരും മാത്രമല്ല അവരൊക്കെ നടത്തുന്ന പ്രവർത്തനം, കാരണം അങ്ങനത്തെ കൂട്ടായ ഈ യങ് ടീമിനെ
പിന്നെ ഇടതുപക്ഷം ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നുണ്ട്. അവരുണ്ടാക്കുന്ന പ്രചരണം അത്. കാരണം ഈ ഇടതുപക്ഷത്തിന് ജനങ്ങളുമായി ബന്ധമുള്ള ഒരു യൂത്ത് ടീമിനെ മുന്നിൽ വയ്ക്കാനില്ല. ഇവിടെ ഇപ്പോൾ ഷാഫിയും അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും PK ഫിറോസും PC വിശ്വനാഥും ഒക്കെ ഇറങ്ങുമുണ്ടാകുന്ന ഒരു വൈബ് LDFന് പകരം വെക്കാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരിതൊക്കെ പലതും പ്രചരിപ്പിക്കും. അത്രയേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങളൊക്കെ കൂടുന്നു മാത്രം. ഇതിനിടയിൽ താങ്കളുടെ സിനിമകളൊക്കെ ചർച്ചയാവുന്നുണ്ട്, അത് ശ്രദ്ധിക്കുന്നുണ്ടോ? സിനിമകൾ ഉണ്ട്. വാസ്തവത്തിൽ എനിക്കതൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. പത്രം പോലും രാവിലെ മര്യാദയ്ക്ക് വായിക്കപ്പോൾ സമയം കിട്ടുന്നു. പല സിനിമകളും ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു, ആളുകൾ വീണ്ടും റിപ്പീറ്റ് കാണുന്നു ആ സിനിമകൾ. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ സിനിമകളൊക്കെ പിന്നെ കൂടുതൽ ആളുകൾ കാണുന്നത് നല്ലതല്ലേ? അതിൽ ചിലർ പറയുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് താങ്കൾ മുമ്പ് ലീഗിനെതിരെ ആണെങ്കിലും ജമാഅത്തിനെതിരെ ആണെങ്കിലും എടുത്തിട്ടുള്ള നിലപാടുകളുണ്ട്, അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതിൽ മാറ്റമുണ്ടോ? അല്ല, ഇതിൽ എൻ്റെ നിലപാടല്ലല്ലോ പ്രശ്നം. ഇതിൽ ഈ നിലപാടിനെ കുറിച്ച് പറയുന്ന ആരാ? CPM അല്ലേ? CPM ആണല്ലോ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും സമ്മതിച്ചതാണ്, CPMും സമ്മതിച്ചതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ CPM വാങ്ങിയിട്ടുണ്ട്. പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പിന്നെ നിരവധി തവണ ജമാഅത്തെ ഇസ്ലാമി CPMനെ സഹായിച്ചിട്ടുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമി സമ്മതിച്ചു, CPMും സമ്മതിച്ചു. CPMൻ്റെ ഇത് ചർച്ചയാക്കേണ്ട CPMൻ്റെ ആവശ്യം എന്താ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമി CPMനായിട്ട് സഹകരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു മതേതര മൂല്യമുള്ള ഒരു സോഷ്യൽ ഗ്രൂപ്പായിട്ട് അവർ പരിഗണിക്കും. UDFന് പിന്തുണക്കുമ്പോൾ ഭീകരവാദികളുമായി മാറും. ഇതൊക്കെ ജനങ്ങൾക്കറിയാം. അതൊക്കെ എത്ര കാലങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, CPMനെ സംബന്ധിച്ചിടത്തോളം ഈ വർത്തമാനകാലത്തെ പ്രശ്നങ്ങൾ, കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ, അതേപോലെ നിലമ്പൂരിൻ്റെ ഇന്നത്തെ അവസ്ഥ, ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നതിൽ CPMന് പേടിയാണ്, ഭയമാണ്. അപ്പോൾ അതുകൊണ്ട് അവരിത്തരം ചർച്ചകൾ, വിവാദങ്ങൾ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കുറേ. ജമാഅത്തെ ഇസ്ലാമി 2019 ഇലക്ഷനിൽ നിലമ്പൂർ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ സഹായിച്ചതാണ്, രാഹുൽ ഗാന്ധിയെ. 2024 രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിപ്പോൾ ഞങ്ങളെ സഹായിച്ചതാണ്. 2024 രണ്ടാമത് ബൈ ഇലക്ഷൻ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോഴും ഞങ്ങളെ സഹായിച്ചതാണ്. ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല നിലമ്പൂർ സഹായിക്കുന്നത്. അപ്പോൾ ഇത് CPMനെ സഹായിക്കുമ്പോൾ അവർ നല്ല കക്ഷിയും അല്ലെങ്കിൽ വർഗീയവാദികളുമായി മാറുന്ന ഒരു ചിത്രീകരണം, അതൊക്കെ കുറേ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഈ പാണക്കാട് കുടുംബം സഹകരിക്കില്ല എന്നൊക്കെ പറഞ്ഞെടുത്തുനിന്നാണ് ഇപ്പൊ പാണക്കാട് കുടുംബത്തിൽ നിന്ന് തന്നെ സഹകരണം. ആരെ സഹകരിക്കില്ല എന്ന് പറഞ്ഞേ? ആദ്യം ഫസ്റ്റ് ടൈമില് കൺവെൻഷനിൽ പങ്കെടുക്കാണ്ടിരുന്ന സമയത്ത് LDFന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്. LDF പറഞ്ഞു. അത് ശരി, ഞാൻ വിചാരിച്ചു LDF ഇപ്പം അങ്ങനെ പലതും പറയാലോ, സ്വാഭാവികമായിട്ട്. അപ്പൊ അതിനുശേഷം ഇപ്പൊ അവര് നേരിട്ടിറങ്ങി. അതിന് ശേഷമില്ലല്ലോ, അതിന് നേരത്തെയും. എന്നാൽ ഇവിടെ പിന്നെ ഇത് ഇലക്ഷനിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും UDF സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ വേണ്ടി മത്സരിച്ചിട്ടുള്ളതും യോജിച്ച പ്രവർത്തിച്ചിട്ടുള്ളതും. അതിലത്രയേ ഉള്ളൂ. അതുപോലെ അച്ഛൻ്റെ ഖബറിൽ പോയി കരഞ്ഞ സമയത്ത് അതിൻ്റെ താഴെ ചിലര് അത് ഷോ ഓഫ് നടത്തിയതാണ് എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനിയിപ്പം പിന്നെ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതിനൊന്നും ഇപ്പം ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ നിലവിൽ പ്രചാരണം നടത്തുമ്പോൾ ഇപ്പോൾ അത്ര വലിയ ത്രികോണ മത്സരമാണെന്ന് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിലവിൽ BJP ചിത്രത്തിൽ ഇല്ലാത്ത പോലെ ഒരു ഫീല് വരുന്നുണ്ടോ നിലമ്പൂരിൽ? അത് BJPക്ക് തന്നെ തോന്നിയിട്ടുണ്ടല്ലോ. BJP അതിന് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു, പിന്നെ മത്സരിപ്പിക്കാൻ നിന്നു. നമ്മളെവിടെയും പ്രചരണ രംഗത്തും BJP കാണുന്നില്ല. അതാണ് വാസ്തവം.